ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പലർക്കും ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. നെഞ്ചുവേദന വരാറുണ്ട് എല്ലാവർക്കും, മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ വരാറുള്ള ഒരു അസുഖമാണ്. നമ്മുടെ നെഞ്ചിലുണ്ടാവുന്ന എല്ലാ വേദനയും ഹാർട്ട് അറ്റാക്ക് ആണോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ ഇങ്ങനെയൊരു സംശയം? നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നെഞ്ചുവേദന ഉണ്ടാവാം. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നെഞ്ചുവേദന ഉണ്ടാവും. അതുപോലെ നമ്മുടെ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചത് പ്രോപ്പറായിട്ട് ദഹിച്ചില്ലെങ്കിലും, അതുപോലെ കൂടുതൽ എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴുമൊക്കെ നമുക്ക് നെഞ്ചെരിച്ചിലുണ്ടാവാറുണ്ട്, ചെറിയ വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ലങ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമ്പോഴും നമുക്ക് നെഞ്ചുവേദനയാണ് വരുന്നത്. ശ്വാസം മുട്ടലും അതിനോടൊപ്പം തന്നെ ഉണ്ടാവും. പിന്നീട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ നെഞ്ചിൽ എന്തോ വന്നിരിക്കുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. ചിലർക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസിൻ്റെ വേദന വരുമ്പോൾ അത് ഹാർട്ടിലേക്കും വരാറുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള നെഞ്ചുവേദനകളാണ് ആൾക്കാർക്ക് വരാറുള്ളത്. എല്ലാ നെഞ്ചുവേദനകളും ഹാർട്ട് അറ്റാക്ക് അല്ല. നിങ്ങൾക്ക് പലതരത്തിലുള്ള വേദന അനുഭവപ്പെടും. ചില സമയത്ത് നമുക്ക് നെഞ്ചുവേദന വരുന്ന സമയത്ത് അത് നമ്മൾ അവിടെ പ്രസ് ചെയ്യുമ്പോൾ അവിടെ വേദന ഉണ്ടാവും. അതൊന്നും നെഞ്ചിൻ്റെ വേദനയല്ല, ഹാർട്ടിൻ്റെ വേദനയല്ല. അത് മസിൽ പെയിൻ, നമ്മൾ വെയിറ്റ് പൊക്കിയെടുക്കുമ്പോഴൊക്കെ മസിൽ പെയിൻ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നെഞ്ചുവേദനകൾ നമ്മൾക്ക് വരാറുണ്ട്. ഹാർട്ടിൻ്റെ വേദനയെന്ന് പറയുന്നത് സെൻട്രൽ പോർഷനിൽ വരുന്ന വേദനയാണ്. ആ സെൻട്രൽ പോർഷനിൽ വരുന്ന വേദന റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ ജോയിലേക്കും ഒക്കെ വരാറുണ്ട്. കഴുത്ത് വഴി ജോയിലേക്ക് വരാറുണ്ട്. അതാണ് ടിപ്പിക്കൽ ചെസ്റ്റ് പെയിൻ. ആ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ പെയിനാണ് വരുന്നത്. അതുപോലെ ആ പെയിൻ റേഡിയേറ്റ് ചെയ്ത് ലെഫ്റ്റ് ആർമിലേക്കും ഒക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വേദന നിങ്ങൾക്ക് വരുന്നെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഗ്യാസിൻ്റെതാണെന്നും പറഞ്ഞിരിക്കരുത്. ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകണം. ഇന്നത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നെഞ്ചുവേദന എടുക്കുന്ന സമയത്ത് അതിന് ഏത് തരത്തിലുള്ള വേദനയാണെങ്കിലും ഡോക്ടറെ കണ്ടിട്ട് അത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് ഉറപ്പ് വരുത്താനായാലും നിങ്ങൾ ഡോക്ടറെ കണ്ടിരിക്കണം. നെഞ്ചുവേദന വരുമ്പോൾ പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ചൂടുവെള്ളം കുടിച്ചിട്ടിരിക്കുക. ഗ്യാസിൻ്റെതാണെന്നും പറഞ്ഞ് ചൂടുവെള്ളം കുടിച്ചിട്ടിരിക്കുക. അവർ തന്നെ പല സമയത്തും പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഞാൻ നഴ്സാണ്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും അവർക്ക്. പക്ഷെ അവർ പറയും നെഞ്ചുവേദന വന്നപ്പോൾ കുറച്ച് നേരം വെള്ളം കുടിച്ചപ്പോൾ അല്ലെ ചൂടുവെള്ളം കുടിച്ചപ്പോൾ അങ്ങ് മാറി എന്നൊക്കെ. നമുക്ക് പലതരത്തിലുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന തന്നെയും പലതരത്തിലുണ്ട്. ഹാർട്ട് അറ്റാക്കിനൊരു വേദനയുണ്ട്. അതുപോലെ അഞ്ചൈന എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രീ സ്റ്റേജിൽ വരുന്ന ഒരു വേദനയുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനയൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർട്ട് റിലേറ്റഡ് ആണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ നമുക്ക് നമ്മൾ നടക്കുമ്പോൾ വേദന വരും. ചിലർക്ക് സ്റ്റെയർ കയറുമ്പോഴായിരിക്കും വേദന. നോർമലായിട്ട് അവർ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഒന്നും അവർക്ക് ഈ അസുഖം വരാറില്ല. പക്ഷേ അവർ നടക്കുമ്പോഴോ സ്റ്റെയർ കയറുമ്പോഴോ ഒക്കെ ഉണ്ടാകുന്ന വേദന, ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടൽ, ഇതൊക്കെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ഡോക്ടറെ കാണുക. ചെറിയ വേദനകളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അടുത്തുള്ളൊരു ഡോക്ടറെ കണ്ട് പരിശോധിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ഹാർട്ടിൻ്റെ പ്രൊട്ടക്ഷനാണ്. എല്ലാം നമ്മൾ നേരത്തെ കണ്ട് തന്നെ എല്ലാം ചെയ്യണം. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.